ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടോപ്പിക്കിൻ്റെ ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Nonetheless, the India that was born in 1947 was in a very real sense a new creation. അതിന് റീസൺസ് ഉണ്ട്. എ സ്റ്റേറ്റ് ദാറ്റ് മേഡ് ഫെലോ സിറ്റിസൺസ് ഓഫ് ദ ലഡാക്കി ആൻഡ് ലക്കഡേവിയൻ. Second one, divided Punjabi from Punjabi. And third one, and asked a Kerala person to feel allegiance to a Kashmiri Pandit ruling in Delhi, all for the ഫസ്റ്റ് ടൈം. അപ്പം ഇന്ത്യക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായ പഴമയുള്ള സംസ്കാരം ഉണ്ടായിരുന്നിട്ടും 1947 സ്വാതന്ത്ര്യത്തോടെ രൂപപ്പെട്ട ഇന്ത്യ എന്ന രാജ്യം ഒരു പുത്തൻ സൃഷ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ് അങ്ങനെ പറയാൻ? പ്രത്യേക സംസ്ഥാനങ്ങളും രാജവംശങ്ങളും ബ്രിട്ടീഷ് പ്രവിശ്യകളും ഇല്ലാതാക്കി. എന്തൊക്കെ റീപ്ലേസ് ചെയ്തു? കിങ്ഡംസ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് കൊളോണിയൽ പ്രൊവിൻസസ്. അപ്പം മൊത്തം ഒരൊറ്റ രാജ്യമായി ഇന്ത്യ അന്ന് ആദ്യമായി രൂപപ്പെട്ടു. എ സ്റ്റേറ്റ് ദാറ്റ് മേഡ് ഫെലോ സിറ്റിസൺസ് ഓഫ് ദ ലഡാക്കി ആൻഡ് ലക്കഡേവിയൻ എന്നാണ് പറയുന്നത്. അതായത് ഹിമാലയത്തിലെ ലഡാക്കിലും അറബിക്കടലിലെ ലക്ഷദ്വീപിലും ജീവിക്കുന്നവരെ ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരാക്കി ബന്ധിപ്പിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോൾ അത്രയും ദൂരവും വൈവിധ്യവുമുള്ള പ്രദേശങ്ങളിലുള്ളവരെ നിങ്ങൾ ഒരേ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്ന നിലയിൽ ഏകീകരിച്ചു. ഡിവൈഡഡ് പഞ്ചാബി ഫ്രം പഞ്ചാബി എന്ന് പറയുന്നുണ്ട്. അതായത് 1947 വിഭജനത്തിൽ പഞ്ചാബ് 2 ഭാഗങ്ങളായി ചേർത്തു. ഒന്ന് ഇന്ത്യൻ പഞ്ചാബ്, മറ്റേത് പാകിസ്ഥാനി പഞ്ചാബ്. അപ്പോൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന പഞ്ചാബികൾ പുതിയ അതിർത്തികൾ കൊണ്ട് സെപ്പറേറ്റഡായി. അതുപോലെ മൂന്നാമതൊരു കാര്യം പറയുന്നുണ്ട്. ആസ്ഡ് എ കേരളൈറ്റ് പെസന്റ് ടു ഫീൽ അലിജൻസ് ടു എ കാശ്മീരി പണ്ഡിറ്റ് റൂളിംഗ് ഇൻ ഡൽഹി. അത് കേരളത്തിലൊരു കർഷകന് ദില്ലിയിൽ ഭരണത്തിലിരിക്കുന്ന കാശ്മീരിൽ നിന്നുള്ള പണ്ഡിറ്റ് സമൂഹത്തിൽപ്പെട്ട ഒരു നേതാവിനെ പിന്തുണയ്ക്കണമെന്നും ഇല്ലെങ്കിൽ അംഗീകരിക്കണമെന്നുമുള്ളത് ഒരു രാജ്യത്തിൻ്റെ ആവശ്യമായി. അപ്പോൾ ഇതിലൂടെ പുതിയ രാജ്യത്തിൻ്റെ വിപുലമായ വൈവിധ്യം കാണിക്കുന്നു. അതായത് ഹൗ ഡൈവേഴ്സ് ദ ന്യൂ നേഷൻ വാസ് ഓൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും, അതായത് പർവ്വതങ്ങളിൽ നിന്നുള്ളവരെയും ദ്വീപുകളിൽ നിന്നുള്ളവരെയും ഒന്നിക്കൽ, അതുപോലെ ഡിവൈഡിങ് വൺ കമ്മ്യൂണിറ്റി, പിന്നെ യുണൈറ്റിംഗ് ഡിസ്റ്റൻറ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എക്സ്പെക്റ്റിംഗ് ലോയൽറ്റി അക്രോസ് കൾച്ചേഴ്സ്. അപ്പോൾ ഇവയെല്ലാം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. സോ ഇന്ത്യൻ നാഷണലിസം വാസ് നോട്ട് ബേസ്ഡ് ഓൺ എനി ഓഫ് ദ കൺവെൻഷണൽ ഇൻഡെക്സ് ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി. എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ആൻസർ അടുത്തടുത്ത വരികളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദ ഓതർ സെസ് ദാറ്റ് ഇന്ത്യ ഡിഡ് നോട്ട് ബിൽഡ് ഇറ്റ്സ് ഐഡിയ ഓഫ് നാഷണലിസം ഓൺ ദ ടിപ്പിക്കൽ ഓർ ട്രഡീഷണൽ ഫാക്ടേഴ്സ് ദാറ്റ് യൂഷ്വലി ഡിഫൈൻ എ നേഷൻ. എന്താണ് സാധാരണയായ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം? ഒരു ഭാഷ, ഒരു ജാതി, ഒരു മതം, അല്ലെങ്കിൽ ഒരു ഷെയർഡ് ജോഗ്രഫി. പക്ഷേ ഇന്ത്യയുടെ ദേശീയത ഇത്തരത്തിലുള്ളവയിലോ ഇല്ലെങ്കിൽ പരമ്പരാഗത മാനദണ്ഡങ്ങളിലോ അല്ല. കാരണം ഇന്ത്യ വളരെ വൈവിധ്യമുള്ള ഒരു ദേശമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഡൈവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഒരു പോയിന്റ് നോക്കിയാൽ നോട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നോട്ട് ലാംഗ്വേജ് സിൻസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നൗ റെക്കഗ്നൈസസ് 23 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആൻഡ് ആസ് മെനി ആസ് 35 ലാംഗ്വേജസ് സ്പോക്കൺ ബൈ മോർ ദാൻ 1 million പീപ്പിൾ ഈച്ച്. എന്താ ഇവിടെ പറയുന്നത്? ഇന്ത്യയെ ഒരൊറ്റ ഭാഷ കൊണ്ട് ഒരുമിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിൽ നിറയെ ഭാഷകളുണ്ട്. സോ ലാംഗ്വേജ് കനോട്ട് ബി ദ ബേസിസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ആൻഡ് അടുത്ത പോയിന്റ് നോക്കിയാൽ നോട്ട് എത്നിസിറ്റി. Since the Indian accommodates a diversity of racial types in which many Indians, Punjabis and Bengalis in particular, have more ethnically in common with foreigners than with their other compatriots. അപ്പം compatriots എന്ന് വെച്ചാൽ സിറ്റിസൺസ് ഇല്ലെങ്കിൽ കൊളീഗ്സ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ജാതിയോ വർഗമോ ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ ആധാരമല്ല. ആദ്യം ലാംഗ്വേജ് ഒരു ആധാരമല്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് എത്നിസിറ്റി. അപ്പോൾ കാരണം എന്താണ്? ഇന്ത്യയിൽ ഡിഫറെൻറ്റ് റേഷ്യൽസ് അല്ലെങ്കിൽ എത്നിക് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വർഗ്ഗങ്ങളും ജനവിഭാഗങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചാബികൾക്ക് സെൻട്രൽ ഏഷ്യക്കാരോട് കൂടുതൽ സാമ്യമുണ്ട്, അതായത് അവരുടെ ഫുഡ് അല്ലെങ്കിൽ ഡ്രസ്സ് എന്നിവയിൽ. അപ്പോൾ ബംഗാളികൾക്ക് ഈസ്റ്റ് ഏഷ്യക്കാരോടും. അതിനാൽ എത്നിസിറ്റി കനോട്ട് ഡിഫൈൻ ഇന്ത്യൻ നാഷണലിസം. അപ്പോൾ ലാംഗ്വേജ് ഇല്ല, എത്നിസിറ്റിയും ഇല്ല. നോട്ട് റിലീജിയൻ. സിൻസ് ഇന്ത്യ ഈസ് എ സെക്കുലർ പ്ലൂറലിസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് ഹോം ടു എവരി റിലീജിയൻ നോൺ ടു മാൻകൈൻഡ് വിത്ത് എ പോസിബിൾ എക്സെപ്ഷൻ ഓഫ് ഷിൻഡോയിസം. അപ്പോൾ മതം ഇന്ത്യയുടെ ദേശീയതയുടെ അടിസ്ഥാനം ആക്കാനാവില്ല. കാരണം ഇന്ത്യ എന്നത് സെക്കുലർ ഇല്ലെങ്കിൽ ഒരു പ്ലൂറലിസ്റ്റിക് നേഷനാണ്. ലോകത്തിലെ ഏകദേശം എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്. ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസം,
ജൈനിസം, ജൂത, അത് ഷിൻഡോയിസം ഒഴികെ. അപ്പോൾ ഇത്രയും റിലീജിയസ് ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് നാഷണലിസം കനോട്ട് ബി ബേസ്ഡ് ഓൺ എ സിംഗിൾ റിലീജിയൻ. ഇനി അടുത്തൊരു പോയിന്റാണ് നോട്ട് ജോഗ്രഫി. അപ്പോൾ നോട്ട് ജോഗ്രഫി, സിൻസ് എ നാച്ചുറൽ ജോഗ്രഫി ഓഫ് ദ സബ് കോണ്ടിനെന്റ് ഫ്രെയിംഡ് ബൈ ദ മൗണ്ടെയിൻസ് ആൻഡ് ദ സീ വാസ് ഹാക്ഡ് ബൈ ദ പാർട്ടീഷൻ ഓഫ് 1947. അപ്പോൾ ജോഗ്രഫി ഓൾസോ ഇസ് നോട്ട് എ ബേസിസ് ഓഫ് നാഷണലിസം. ഭൂഗോളം കൊണ്ടും ഇന്ത്യയെ ഒന്നിക്കാൻ കഴിയില്ല. ഒരിക്കൽ ഇന്ത്യ ഒരു വലിയ ഭൂഭാഗം എന്നത് ഒരു ബിഗ് ലാൻഡ് ഏരിയ ആയിരുന്നു, സറൗണ്ടഡ് ബൈ എന്തൊക്കെയാണ്, മൗണ്ടെയിൻസ് ആൻഡ് സീ. പക്ഷേ 1947 വിഭജനത്തിൽ ഈ ഒരുമിച്ച ഭൂവിഭാഗം വിഭജിച്ച് പല രാജ്യങ്ങളായി. അതിനാൽ ജോഗ്രഫി കനോട്ട് ബി ദ ബേസിസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നതാണ് അടുത്ത പോയിന്റ്. ആൻഡ് അടുത്ത പറയുന്നത് നോക്കിയാൽ നോട്ട് ടെറിട്ടറി. ഇനി അടുത്ത ജോഗ്രഫി ഇല്ല, ഇനി അടുത്ത നോട്ട് ടെറിട്ടറി. ആൻഡ് നോട്ട് ഈവൻ ടെറിട്ടറി, സിൻസ് ബൈ ലോ എനി വൺ വിത്ത് വൺ ഗ്രാൻഡ് പാരൻറ്റ് ബോൺ ഇൻ പ്രീ പാർട്ടീഷൻ ഇന്ത്യ ഔട്ട്സൈഡ് ദ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഓഫ് ടുഡേസ് സ്റ്റേറ്റ് ഈസ് എലിജിബിൾ ഫോർ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇന്ത്യൻ നാഷണലിസം ഇസ് നോട്ട് ഈവൻ ബേസ്ഡ് ഓൺ ടെറിട്ടറി. ഇന്ന് ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്ത് താമസിക്കുന്നവർക്കും 1947 മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ഒരു ഗ്രാൻഡ് പാരൻറ്റ് അവർക്കുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതായത് ഇന്ത്യ ഡസ് നോട്ട് ഗീവ് സിറ്റിസൺഷിപ്പ് ഓൺലി ബേസ്ഡ് ഓൺ വേർ എ പേഴ്സൺ ലിവ്സ് നൗ. സാധാരണ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം പല രാജ്യങ്ങളിലും പൗരത്വം എന്നത് അവരുടെ രാജ്യത്തിൽ അഥവാ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ജനിച്ചതിനെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. അപ്പം ഇന്ത്യൻ നാഷണലിസം ഹാസ് ദെയർഫോർ ഓൾവേസ് ബീൻ ദ നാഷണലിസം ഓഫ് ആൻ ഐഡിയ. അപ്പോൾ ശശി തരൂർ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണലിസം സ്പെഷ്യലാണ്. കാരണം അതൊരു കോമൺ ലാംഗ്വേജോ റേസോ റിലീജനോ എത്തിനിസിറ്റിയോ ജോഗ്രഫി അല്ലെങ്കിൽ ടെറിട്ടറി ബേസ് ചെയ്തിട്ടല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹത്തായ ആശയമാണ് നമ്മെ ഒരുമിപ്പിക്കുന്നത്. അതായത് ദ ഐഡിയ ഓഫ് എ ഡൈവേഴ്സ് ഇൻക്ലൂസീവ് പ്ലൂറലിസ്റ്റിക് സിവിലൈസേഷൻ, പല തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് ജീവിക്കുന്ന ഇടം. ദ ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് വാട്ട് യുണൈറ്റ്സ് എ കൺട്രി, നോട്ട് എനി സിംഗിൾ ഐഡൻറ്റിറ്റി മേക്കർ. It is the idea of an ever land emerging from an ancient civilization, united by a shared history, sustained by pluralistic democracy. അപ്പോൾ ഇന്ത്യ ഈസ് ലൈക്ക് എവർ ലാൻഡ് എന്നാണ് പറയുന്നത്. കാലങ്ങളോളം നിലനിന്ന പുരാതന സംസ്കാരത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ദേശം. അപ്പോൾ ഇന്ത്യയെ ഒന്നായി നിർത്തുന്നത് ഒരു ഭാഷയോ ഒരു മതമോ അല്ല, പിന്നെ എന്താണ്, ആ ലോങ് കോമൺ ഹിസ്റ്ററിയും ഡെമോക്രാറ്റിക് സിസ്റ്റവുമാണ്. ഇന്ത്യസ് ഡെമോക്രസി ഇമ്പോസസ് നോ നാരോ കൺഫോമിറ്റീസ് ഓൺ ഇറ്റ്സ് സിറ്റിസൺസ്. ഇന്ത്യൻ ജനാധിപത്യം പൗരന്മാരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല. അവർക്ക് സ്വന്തം മതം, ഭാഷ, ജീവിതശൈലി എന്നിവ പിന്തുടരാം. പീപ്പിൾ ആർ ഫ്രീ ടു ലിവ് ഇൻ ദെയർ ഓൺ വേസ്. The whole point of Indian pluralism is you can be many things and one thing. You can be a good Muslim, a good Keralite and a good Indian all at once. ഇന്ത്യൻ ഡൈവേഴ്സിറ്റിയുടെ എസെൻസ് എന്നത് എ പേഴ്സൺ ക്യാൻ ക്യാരി മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് അറ്റ് ദ സെയിം ടൈം. ഒരു വ്യക്തിക്ക് ഒരേ സമയം നല്ലൊരു മുസ്ലിമും നല്ലൊരു കേരളൈറ്റും നല്ലൊരു ഇന്ത്യക്കാരനുമാകാം. The Indian idea is the opposite of what Freuderian called the narcissism of minor differences. In India, we celebrate the commonality of major differences. The narcissism of minor differences means people often fight over small differences. അപ്പോൾ മറ്റിടങ്ങളിൽ ചെറിയ കാര്യങ്ങൾ കൊണ്ടും ആളുകൾ തമ്മിൽ തർക്കിക്കും. പക്ഷേ ഇന്ത്യയിൽ മതം, ഭാഷ, സംസ്കാരം പോലുള്ള വലിയ വ്യത്യാസങ്ങളുണ്ടായിട്ടും മനുഷ്യർ സന്തോഷത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്നു. If America is famously a melting pot, then to me India is a thali, a selection of sumptuous dishes in different bowls. അപ്പോൾ എന്താ ശശി തരൂർ ഇവിടെ പറയുന്നത്? അമേരിക്ക ഒരു മെൽറ്റിംഗ് പോട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം എല്ലാ സംസ്കാരങ്ങളും ഒന്നു ചേർന്ന് ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു. where cultures mix into one new culture. പക്ഷേ ഭാരതം അങ്ങനെ അല്ലെന്നാണ് ശശി തരൂർ പറയുന്നത്. ഇന്ത്യ ഒരു താളി പോലെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഓരോ സംസ്കാരവും തനതായ രൂപത്തിൽ നിലനിൽക്കുന്നു. ഈച്ച് കൾച്ചർ സ്റ്റേസ് യുണീക്ക്. ലൈക്ക് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ലൈക്ക് ഡിഫറെൻറ്റ് ഡിഷസിനെ താളി. അപ്പോൾ താളിയിലെ വിഭവങ്ങൾ പോലെ, എങ്കിലും എല്ലാം കൂടി ഒന്നായി ഇന്ത്യയെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഈച്ച് ടേസ്റ്റ് ഡിഫറെൻറ്റ് ആൻഡ് ഡസ് നോട്ട് നെസസറിലി മിക്സ് വിത്ത് ദ നെക്സ്റ്റ്, ബട്ട് ദേ ബിലോങ് ടുഗെദർ ഓൺ ദ സെയിം പ്ലേറ്റ് and they complement each other in making the meal a satisfying repast. അപ്പോൾ ഓരോ വിഭവങ്ങൾക്കും തനതായ രുചിയുണ്ടാകും. അവയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഓരോ സംസ്കാരം
സംസ്കാരവും വ്യത്യാസമാണ്. അവ തമ്മിൽ കലരേണ്ടതില്ല. ഡസൻറ്റ് ഹാവ് ടു മിക്സ് വിത്ത് അതേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ അതായത് ആ കൾച്ചേഴ്സ് എല്ലാ കൾച്ചേഴ്സും ഒരുമിച്ചാണ് ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ മനോഹരമായ ഒരു രാജ്യമായി തീർക്കുന്നത്. എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? താളിയിലെ വിഭവങ്ങൾ പോലെ. സോ ദ ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് ഓഫ് വൺ ലാൻഡ് എംബ്രേസിങ് മെനി. അപ്പം ഇന്ത്യയുടെ ആശയം എന്നത് ഒരു ദേശത്തിൽ നിരവധി വ്യത്യാസങ്ങളുള്ള ആളുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിളിനെ അക്സെപ്റ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിളിനെ ഇൻക്ലൂഡ് ചെയ്യുക. ദ ഇന്ത്യൻ ഐഡിയ ഈസ് ദാറ്റ് എ നേഷൻ മേ എൻഡ്യൂർ ഡിഫറൻസസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, കളർ, കൺവെൻഷൻസ്, culture, cuisines, costume and customs and still rally around a consensus. അതാണ് പോയിന്റ്. ജനറൽ കൺസെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെൻറ്റ്. അപ്പോൾ ജാതി, മതം, നിറം, വിശ്വാസം, അതുപോലെ സംസ്കാരം, ഭക്ഷണം, വസ്ത്രം, അതുപോലെ ആചാരം എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിലും they can still unite, ഒരുമിച്ച് നിൽക്കാൻ കഴിയും. And that consensus is around the simple idea that in a democracy you don't really need to agree except on the ground rules of how you will disagree. അപ്പോൾ in a democracy people don't need to have same opinion. പക്ഷേ പരസ്പരം യോജിക്കാതെ അഭിപ്രായം പറയുമ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴും പാലിക്കേണ്ട ചില അടിസ്ഥാന നിയമങ്ങളിലാണ് എല്ലാവരും ഒത്തുചേരേണ്ടത്. അത് പീസ്ഫുള്ളി, റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യുന്നു. ദേ ഓൺലി നീഡ് ടു അഗ്രി ഓൺ ദ ബേസിക് റൂൾസ്. India's founding fathers wrote a constitution for their dreams. We have given passports to their ideals. അപ്പോൾ ഇന്ത്യൻ ഫൗണ്ടേഴ്സ്, അതായത് BR അംബേദ്കർ, നെഹ്റു, പട്ടേൽ, ഇവർ അവരുടെ മഹത്തായ സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ രൂപപ്പെടുത്തി. അതായത് സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി അവരെന്ത് ചെയ്തു? ഭരണഘടന രൂപവത്കരിച്ചു. അപ്പോൾ അതവരുടെ സ്വപ്നമായിരുന്നു അങ്ങനെയുള്ളൊരു ഭരണഘടന. അപ്പോൾ പിന്നാലെ വന്ന തലമുറകൾ ഈ ഭരണഘടനയെ സ്വീകരിച്ച് നടപ്പിലാക്കിയത് മൂലം അവരുടെ ആശയങ്ങൾക്ക് പാസ്പോർട്ട് നൽകി. ദാറ്റ് മീൻസ് വി ഹാവ് അലൗഡ് ദെയർ ഐഡിയാസ് ടു ലീവ്, വി ഹാവ് അലൗഡ് ദെയർ ഐഡിയാസ് ടു ഗ്രോ ആൻഡ് ഓപ്പറേറ്റ് ഇൻ ദ വേൾഡ്. അപ്പം നാം ആ സ്വപ്നങ്ങളും മൂല്യങ്ങളും പാലിച്ച് ജീവിച്ച് അവയെ മുന്നോട്ട് കൊണ്ടുപോയി. Today these ideals are controlled by stone throwing young men in the streets of Srinagar and rifle wielding Maoists in the forest of Chhattisgarh. Today these ideals are threatened. അത് ഈ ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പീസ്, ഡെമോക്രസി, യൂണിറ്റി. കാശ്മീരിലെ യുവാക്കളും ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകളും അവർ എന്ത് ചെയ്യുന്നു? അവർ ആയുധങ്ങൾ കയ്യിലെടുക്കുന്നു. But they are also challenged by the majoritarian triumphalism of those in power who prefer to discard diversity and pluralism as relics of the past and to affirm instead an alternative idea of India as a Hindu രാഷ്ട്രം. പക്ഷേ അധികാരത്തിലുള്ള ചിലർ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞ് വൈവിധ്യവും മതേതരത്വവും വീക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ആക്രമണവും വെല്ലുവിളികളും മാത്രമല്ല, പിന്നെ എന്തെല്ലാമാണ്? ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിലുള്ള ചിലർ ഭൂരിപക്ഷത്തിൻ്റെ മതത്തെ അടിസ്ഥാനമാക്കി രാഷ്ട്രത്തെ നിർവചിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത് ഇന്ത്യയിലെ മത, ഭാഷ, സംസ്കാര വൈവിധ്യങ്ങളെ, ഈ പ്ലൂറലിസത്തിനെ ഔട്ട്ഡേറ്റഡായി കാണുന്നു. മൂന്നാമതായിട്ട് അവർ എന്ത് ഐഡിയ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇന്ത്യ ഷുഡ് ബി ഡിഫൈൻഡ് മെയിൻലി ബൈ ഹിന്ദു ഐഡൻറ്റിറ്റി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെക്യുലർ ഫൗണ്ടേഷന് ഇത് ഒരു ത്രെറ്റനിങ് ആണ്, ഒരു വെല്ലുവിളിയാണ് എന്നാണ് പറയുന്നത്. ഓൺ August 5 they had much to celebrate. August 5 എന്താണ് സംഭവിച്ചത്? അതായത് ആർട്ടിക്കിൾ 370 എന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരങ്ങളും നൽകിയിരുന്ന നിയമമായിരുന്നു. അപ്പോൾ 2019 August 5 അത് നീക്കം ചെയ്തു. അപ്പം ഇത് പിന്തുണച്ചവർക്ക് ഇതൊരു ശക്തമായ തീരുമാനം, ഇല്ലെങ്കിൽ ദേശീയ ഐക്യം, ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ബ്രേവ് ആയിട്ടുള്ള തീരുമാനം, ഒരു ബ്രേവ് ധൈര്യം, സർക്കാരിൻ്റെ ധൈര്യം എന്നിവയുടെ അടയാളം ആ ഒരു രീതിയിലാണ് തോന്നിയത്. അതുകൊണ്ട് അവരത് ആഘോഷിച്ചു. അതാണ് പറയുന്നത് ഓൺ August 5 they had much to celebrate but the struggle for India's soul is still being waged. അതായത് ഇന്ത്യ ഈസ് സ്റ്റിൽ ഫൈറ്റിംഗ് ഓവർ വാട്ട് കൈൻഡ് ഓഫ് നേഷൻ ഇറ്റ് ഷുഡ് ബി. വൈവിധ്യവും ജനാധിപത്യവുമുള്ള രാജ്യമായ ഇന്ത്യ ആവണോ അതോ മതഭൂരിപക്ഷത്തെ മുൻനിർത്തിയുള്ള രാജ്യമാകണോ എന്നത് സംബന്ധിച്ച് ഉള്ള
സംഘർഷം ഇപ്പോഴും ശക്തമാണ്. എ ഡിവൈഡഡ് ഇന്ത്യ, ദ ഇന്ത്യ ഓഫ് ഓഗസ്റ്റ് 5 ക്യാൻ നെവർ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് എ യുണൈറ്റഡ് ഇന്ത്യ, ദ ഇന്ത്യ ഓഫ് ഓഗസ്റ്റ് 15. അപ്പോൾ ഈ ഓഗസ്റ്റ് 15 എന്നത് സ്വാതന്ത്ര്യ ദിനം. അപ്പം ഐക്യം ഇല്ലെ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഓഗസ്റ്റ് 5 എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനങ്ങൾ കൊണ്ട് വിഭജിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസമുള്ള സംഘർഷമുള്ള ഇന്ത്യയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 5 ചിലർ സന്തോഷിച്ചു, എന്നാൽ ചിലർ വേദനിച്ചു. കാരണം ഒരു വിഭജന ദിനം എന്നാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ശശി തരൂർ എന്താ പറയുന്നത്? ഓഗസ്റ്റ് 5 എന്നുള്ളത് വിഭജിക്കപ്പെട്ട ഇന്ത്യക്ക് ഐക്യ ഇന്ത്യയുടെ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയില്ല. വി മസ്റ്റ് റിമെയിൻ ഫെയ്ത്ത്ഫുൾ ടു അവർ ഫൗണ്ടിങ് വാല്യൂസ് ഓഫ് ദ 20th century ഇഫ് വി ആർ ടു കോൺകർ ദ 21st century. അത് സ്വാതന്ത്ര്യം, സമത്വം, മതേതരത്വം, ഐക്യം എന്നീ ഘടകങ്ങളാണ് ഇന്ത്യയെ ശക്തമായ രാഷ്ട്രീയമാക്കിയത്. അപ്പോൾ ഇവ നഷ്ടപ്പെട്ടാൽ രാജ്യത്തിൻ്റെ ഭാവി ദുർബലമാകും. അപ്പോൾ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ വിജയിക്കാൻ 20ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ മൂല്യങ്ങളെ, ഈ പ്രിൻസിപ്പിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. I hope you are clear with this explanation. Thank you.